SIR വൻ വിജയമാണെന്ന് മാത്രമല്ല, SIR പൂർത്തിയാക്കിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് പ്രോസസ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ തീരുമ്പോൾ ബംഗാളിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് നിലവിളി വരും. പ്രധാനമായിട്ടും നിലവിളിക്കാൻ പോകുന്നത് മമതാ ബാനർജിയാണ്. ആ നിലവിളിയുടെ തുടക്കമായിട്ട് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ മമതാ ബാനർജി കത്തയച്ചു, അടിയന്തരമായി SIR നിർത്തിവെക്കണമെന്ന്. അതിനവർ പറഞ്ഞ കാരണം ജീവനക്കാരിൽ ഭയങ്കര സമ്മർദ്ദം, പലരും ആത്മഹത്യ ചെയ്യുന്നു സമ്മർദ്ദം താങ്ങാനാവാതെ, പിന്നെ അവർക്ക് ആവശ്യത്തിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ജീവനക്കാരുടെ വലിയൊരു സ്നേഹം തോന്നി കത്തെഴുതിയിരിക്കുന്നത്. പക്ഷേ വിഷയം അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ എലികൾ ഓട്ടം തുടങ്ങി. കാരണം നമുക്കറിയാം ഏതാണ്ട് ഒരു 15 ലക്ഷത്തോളം ഇല്ലീഗൽ ആയിട്ടുള്ള ബംഗ്ലാദേശികൾ വെസ്റ്റ് ബംഗാളിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ടും അവിടുത്തെ 3 ജില്ലകളിലാണ്: മാൾഡ, പിന്നെ മുർഷിദാബാദ്, 24 പർഗാനാസ്. ഈ 3 ജില്ലകളിലാണ്. ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പലായനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BSF പറയുന്ന അനുസരിച്ചിട്ടാണ് എങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്, അതായത് SIRൻ്റെ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം 500-600 ആളുകളാണ് നിത്യേന ഈ ഹക്കിംപൂരിലുള്ള ബോർഡർ പോയിന്റ് വഴി അവർ ബംഗ്ലാദേശിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ക്യൂ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ പിന്നെ വിഷ്വൽസൊക്കെ വന്നിരുന്നു. ഈ ക്യൂ വരാനുള്ള കാരണം എന്താ, വരുന്നവരെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടുകയല്ലേ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെയുള്ള ഈ ലെഫ്റ്റ് സിസ്റ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരിവിടെ പാവങ്ങൾ ജോലിക്ക് വരുന്നതാണ്, അവരുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ദാരിദ്ര്യ തൊഴിലാളികളുള്ളത്, ഇതിൽ നമുക്ക് പണിക്ക് ആളെ കിട്ടൂല എന്നൊക്കെയുള്ള ന്യായീകരണമാണ്. പട്ടിണിയിലായി പോകും എന്നൊക്കെയാണ്, വീട് പണി നടക്കില്ല എന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.